ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ 2 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം എനിക്ക് കിട്ടുന്നൊരു ഡേ ആണ്. അപ്പം ഞങ്ങൾ ചെന്നൈയിലെത്തിയിട്ട് ഇന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും ടൈം 11:30 ആയി. 11:30 തൊട്ടാണ് എൻട്രി ടൈം. അപ്പം ഞങ്ങൾ വേഗം പോയി റെഡി ആവാനുള്ള പരിപാടികളൊക്കെ നോക്കണം ഇനിയും. ഞങ്ങൾക്ക് ആർക്കും ഫുഡ് തരാതെ ശ്രേമ തന്നെ കഴിക്കുക. എനിക്ക് നടന്നില്ല ആദ്യത്തെ ഒരു മസാല ദോശ. അപ്പം സിന്ധുമ്മയ്ക്ക് എന്തോ ഇങ്ങനെ കിടത്തി കൊണ്ടുപോകുന്നു. ഇതെന്ത് ഗീയ? ഈ ഗീയ ഭയങ്കര വലിയാന്ന്. അല്ല, ഇത് നല്ലത്. അമ്മ ഇച്ചിരി ടേസ്റ്റ് ചെയ്തത്. അമ്മ ഇങ്ങനെ കഴിയോ? ഇവിടെ ടേസ്റ്റ് ചെയ്യുക. എനിക്ക് വേണം. ഇത് മതിയാണല്ലേ? ഇതെന്താ ഞാൻ അറിഞ്ഞു പോലും ഇല്ലടി. ഞാനെന്താ പറഞ്ഞേന്ന് ഓർക്കാതെ പറഞ്ഞു. ഒരു മസാല ദോശ ഈ ദോശ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. ഇന്നൊന്ന് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം റെഡി ആയിട്ട് വരാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ റെഡിയായി സാരിയൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ പ്രോഗ്രാമിന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ് ഞങ്ങൾ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ സ്റ്റേ ചെയ്ത ഹോസ്റ്റലിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും സ്റ്റേ ചെയ്തത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ എന്താ പറയുന്നത്, അഡ്മിഷന് വന്നപ്പം ഇതുപോലെ അമ്മയുടെ കൈ പിടിച്ച് വന്ന്, ഇപ്പോൾ കോൺവെക്കേഷന് പോകുമ്പോഴും അമ്മയുടെ കൈ പിടിച്ചത് ഇങ്ങനെ പോകുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന ഉടനെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, സത്യ. പിന്നെ അവന് കൂടി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. എവിടുന്ന് നേരെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറി പോയിരുന്നു. പക്ഷെ എന്നാലും ഈ കോളേജ് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലായിടും ചുറ്റി അമ്മയൊക്കെ കാണിക്കാമെന്ന് കരുതി അമ്മയും നിധിയും സിന്ധു അമ്മയും എല്ലാവരെയും അങ്ങനെ കോളേജൊക്കെ ചുറ്റി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുന്ന വഴിയിലെല്ലാം എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഇവിടെയൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറേ പിള്ളേരെല്ലാം പേരൻസുമായിട്ട് വരുന്ന കാണാനും, അതൊക്കെ എന്താ പറയുന്ന ഗ്രാജുവേഷന് വരുന്ന അതൊക്കെ കാണാൻ ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ് ഗൈസ്. പിന്നെ അവിടെ നിറയെ വണ്ടികളായിരുന്നു. എന്തു പറയുന്നത്, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഇടയില്ലാത്ത രീതിയിലായിരുന്നു. ഫുള്ളിങ്ങനെ വണ്ടികൾ നിരത്തിയിട്ടേക്കുക. ഞങ്ങൾ വന്നപ്പോൾ ഇല്ലാത്ത പുതിയ പുതിയ കുറേ ബിൽഡിങ്സൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഫോട്ടോ എടുത്തിട്ട് വന്ന് തണലുണ്ട്. ചെറിൻ്റെ പുറകിന് പോവുകയാണ്. അങ്ങനെ കോളേജിൻ്റെ 2ാമത്തെ ഗേറ്റും താണ്ടി ഞങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ അടുത്തെത്തി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഞങ്ങൾ അഡ്മിഷൻ എടുത്തതൊക്കെ ഇവിടെയാണ് ഗൈസ്. ഫ്രണ്ടിൽ കാണുന്ന എനിക്ക് എക്സാം എഴുതുന്ന എക്സാം ഹോളും ഒക്കെ അവ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ ഞങ്ങൾ മിക്കപ്പോഴും എക്സാം എഴുതുന്നത് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേ? ഞങ്ങൾ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഗൈസ്. ഇന്ന് കോൺവെക്കേഷനാണ് ഗൈസ്. ഇതാണ് എൻ്റെ കോളേജ്. தெரியல, அங்க ரெஜிஸ்டர் பண்ணணுமே. 213 അങ്ങനെ
അവരുടെ കഴിഞ്ഞോ? ഇല്ല, അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും, അന്നേരം ഇട്ട് നോക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ കോൺവെക്കേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം, പിന്നാണെങ്കിൽ ഗൗൺ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ റെസ്റ്റൊക്കെ ചെയ്യുന്ന സ്ഥലം എന്നാണ്. ഞങ്ങളുടെ സെൻട്രൽ ലൈബ്രറി എല്ലാം ഇതാണ്. അപ്പോൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഗൗണൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഗൗൺ വാങ്ങാൻ പോയി എൻ്റെ ഗൈസ്. അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. വിയർത്തൊലിച്ച് ഇട്ട മേക്കപ്പ് എല്ലാം പോയി. ഒരു വിധത്തിലാണ് ഉള്ളിൽ കയറി ഗൗൺ വാങ്ങിച്ചിറങ്ങിയത് ഗൈസ്. എന്ത് പറയുന്നത്, എത്ര സമയത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഞങ്ങൾക്ക് ആ ഗൗൺ കിട്ടിയത്. ഗൗൺ വാങ്ങിയതിൻ്റെ ക്ഷീണം മാറ്റാനായി ഞങ്ങൾ നേരെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി മെസ്സിലോട്ട് പോയി. ഞങ്ങൾക്ക് ലാസ്റ്റായിട്ട് കോളേജിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ്. അപ്പോൾ എന്തായാലും കഴിച്ചേക്കാമെന്ന് കരുതി പോയി. അതുമല്ല അമ്മയും നിധിയും സിന്ധു അമ്മയും എല്ലാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കോളേജിലെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കാൻ. ശർക്കര പൊങ്കൽ. എങ്ങനെയുണ്ട്, കൊള്ളാം? ആ, കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീന്. അപ്പോൾ ക്യാൻറ്റീനിൽ പോയി 2 ലെമൺ ജ്യൂസും വാങ്ങിച്ചു കുടിക്കാമെന്ന് കരുതി. അവിടെ പൊറോട്ടയും കുറുമയും കിട്ടും. എനിക്കിവിടുത്തെ ഒന്നും പിടിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം ഇനി പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് പോവുകയാണ്. പ്രോഗ്രാം 2 മണിക്കായിരുന്നു തുടങ്ങുന്നത്. ഇപ്പം തന്നെ 2:20 ഞങ്ങളപ്പോൾ വേഗം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിൻ്റെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാം ഗൈസ്. ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ട് പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, ബൈ.